അധ്വാനിക്കാൻ തയ്യാറായാൽ ബാക്കിയൊക്കെ താനേ വരും. ഞായറാഴ്ച ഞാൻ തൃപ്രയാർ റൂട്ട് സെയിൽ ഇറങ്ങിയപ്പോൾ പാലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സലീം കടയിൽ കയറി. ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് കയറിയതാണ്. മൂപ്പരാൾ ചോദിച്ചു എന്താണ് ഞായറാഴ്ച ഈ നേരത്ത് ലീവല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തന്നെ പ്രൊഡക്റ്റാണ്, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യാനാണ്, അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ നോക്കാറില്ല, എല്ലാ ദിവസവും റൺ ചെയ്യുന്നത്. മൂപ്പരാൾ ഇങ്ങനെ സ്ഥലം പ്രായം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മൂപ്പരാൾ പറഞ്ഞു നാളെ വലിയ വണ്ടിയിട്ട് വരാം. ഞാൻ ബൈക്കിലായിരുന്നു സാമ്പിളായിട്ട് വന്നത്. അപ്പോൾ നാളെ വലിയ വണ്ടിയിട്ട് വരാൻ പോകും. ഞാൻ ഇന്ന് വലിയ വണ്ടിയിട്ട് വന്നിട്ടേ മൂപ്പരാൾ പറഞ്ഞു എന്തൊക്കെയുണ്ട് ഓരോന്ന് ഇത്ര വെച്ച് ഇറക്കി. അപ്പം ഞാൻ ഇത്ര ഇറക്കിയതിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കിയ കട ഈ കടയാണ്. മൂപ്പരാൾ എൻ്റെ ക്വാളിറ്റിയോ, അതായത് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ വില അങ്ങനെ ഒന്നുമല്ല നോക്കിയത്, ജസ്റ്റ് ക്വാളിറ്റിയോ ഒന്ന് സ്മെല്ലേ നോക്കി. മൂപ്പരാൾ പറഞ്ഞതേ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും. അതായത് ഞാൻ ഞായറാഴ്ച ആ സമയത്ത് എൻ്റെ പ്രായത്തിന് ഞാൻ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് മൂപ്പരാൾ ആ പ്രൊഡക്റ്റ് മൊത്തം എടുത്തത് മനസ്സിലായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രായം അത് വലിയൊരു മുതൽക്കൂട്ടിന്. ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ഞായറാഴ്ച ലീവ് എടുക്കാൻ ഞാൻ ഓടി കാരണം മൂപ്പരാൾ എൻ്റെ പ്രൊഡക്റ്റ് മൊത്തം എടുത്തത്. എൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് ഒന്നും നോക്കിയില്ല, അത് ബ്രാൻഡ് എത്ര ഉണ്ടെന്നാ എവിടെ ഉണ്ടെന്നാ എങ്ങനെയാണെന്ന് ഒന്നും നോക്കിയില്ല. മൂപ്പരാൾ എടുത്ത്, അതായത് എൻ്റെ വണ്ടിയുടെ പകുതി മുക്കാൽ ഇവിടെ എടുത്തു. മനസ്സിലായി. ഇനിയും നിങ്ങൾ സമയം കളയല്ലേ. നമ്മുടെ ഈ പ്രായം അത് വലിയൊരു മുതൽ കൂട്ടുന്നു, അത് വലിയൊരു അഡ്വാൻറ്റേജിന്. ഇപ്പം അടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു.